ഇന്ന് ഞാൻ മസ്ക് മെലൻ വെച്ച് ഒരു ഷെയ്ക്കും സ്മൂത്തിയുമാണ് ഉണ്ടാക്കുന്നത്. അത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ഫ്രൂട്ട് ഒന്ന് മുറിച്ച് നോക്കാം. ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ചെറുതായി മുറിച്ചെടുക്കാം. ഈ ഫ്രൂട്ടിനും ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് 2 ടീസ്പൂൺ പഞ്ചസാരയും പാല് കട്ടയാക്കിയതും കൂടി പൊട്ടിച്ചിട്ട് ഒന്ന് നല്ലതുപോലെ അടിച്ചെടുക്കാം. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. പഞ്ചസാര നിങ്ങൾക്ക് വേണ്ടെങ്കിൽ തേൻ ഒഴിച്ചാലും മതി. ഇനി 1/2 ടീസ്പൂൺ കസ്കസ് എടുത്ത് 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഇളക്കി വയ്ക്കാം. അത് എന്തിനാണെന്ന് വെച്ചാൽ അവസാനം ജ്യൂസിൽ ചേർക്കാൻ വേണ്ടിയാണ്. ഇനി ഇത് മാറ്റി വയ്ക്കാം. 1 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുത്ത് 1/4 കപ്പ് വെള്ളത്തിലോ പാലിലോ ഇളക്കി വയ്ക്കാം. ഇവിടെ ഞാൻ എടുത്തത് സ്ട്രോബെറിയുടെ കസ്റ്റേർഡ് പൗഡറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കസ്റ്റേർഡ് പൗഡർ എടുത്ത് ഇളക്കിയെടുക്കാം. ഇനി 2 ഗ്ലാസ് പാലെടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഇളക്കി വെച്ച കസ്റ്റേർഡ് പൗഡർ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കഴിഞ്ഞാൽ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. കസ്റ്റേർഡ് പൗഡർ ഒഴിച്ചു കൊടുത്താൽ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുന്നത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ ഏത് ഫ്രൂട്ട് എടുത്തും ഉണ്ടാക്കി കഴിക്കാൻ നല്ല സ്വാദാണ്. കസ്റ്റേർഡ് പൗഡർ നല്ലതുപോലെ കുറുകി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി നേരത്തെ അടിച്ചു വെച്ച മസ്ക് മെലൻ്റെ ജ്യൂസിലേക്ക് കുറച്ച് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. അതെടുത്ത് ഉണ്ടാക്കി വെച്ച കസ്റ്റേർഡ് പൗഡറിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ തണുത്ത ശേഷമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് തണുപ്പിച്ച് കഴിക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച ശേഷം എടുത്താൽ മതി. ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മസ്ക് മെലൻ്റെ പീസും നട്ട്സും എല്ലാം ഇട്ട് ഗാർണിഷ് ചെയ്യാം. കസ്കസ് അവസാനം ഇടുന്നതിനേക്കാൾ നല്ലത് ജ്യൂസ് അടിച്ചത് കസ്റ്റേർഡിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കുന്നതാണ് നല്ലത്. ഗാർണിഷ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സോ നട്ട്സോ എടുക്കാം. കസ്കസ് ഇടാൻ ഞാൻ മറന്നുപോയത് കൊണ്ടാണ് അവസാനം ഇട്ടത്. ഇനി കസ്കസ് ഇട്ട് കൊടുക്കാം. സ്മൂത്തി റെഡിയായി.
നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. ചൂടുകാലത്ത് കുടിക്കാൻ സൂപ്പറാണ്. ഇനി രണ്ടാമത്തെ ഷേക്ക് ഉണ്ടാക്കാം. ഇത് മുറിച്ച് കുരുവെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. ചിലർ ഇതിൻ്റെ കുരു കഴുകി വൃത്തിയാക്കി വറുത്ത് പൊടിച്ച് എടുക്കുന്നുണ്ട്. ഇനി ഈ മുറിച്ച കഷ്ണങ്ങളെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 ഗ്ലാസ് പാല് കാച്ചി തണുപ്പിച്ച ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഞാൻ വേറെ പഞ്ചസാരയൊന്നും ഇടുന്നില്ല. ഇനി കുറച്ച് നട്ട്സ് കൂടി ഇട്ട് എല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കാം. നട്ട്സ് വെള്ളത്തിലിട്ട് കുതിർത്തിയ ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ചൂടുകാലത്ത് ഇതും കുടിക്കാൻ നല്ല സ്വാദാണ്. അങ്ങനെ നിങ്ങളും ഒന്ന് ഇത് ഉണ്ടാക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുകയും വേണം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.